നിയമനങ്ങളിൽ രാജ്യത്തിന് മാതൃകയായി കേരളം. 9.5 വർഷത്തിനുള്ളിൽ 3 ലക്ഷത്തിലധികം യുവജനങ്ങൾക്കാണ് സർക്കാർ നിയമന ശുപാർശ നൽകിയത്. പ്രതിദിനം കേരളത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് 100ഓളം പേരും. ഒഴിവുകൾ സർക്കാർ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതും ഇത് പൂർണ്ണമായും ഓൺലൈൻ വഴിയാക്കിയതും പ്രധാന റാങ്ക് ലിസ്റ്റുകൾ തുടർച്ചയായി ഉറപ്പാക്കിയതുമെല്ലാം അഭിമാന നേട്ടത്തിന് ഊർജമായി. രാജ്യത്താകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ്. 2016 മെയ് 25 മുതൽ ഈ മാസം 19 വരെയായി കേരള PSC നൽകിയ നിയമന ശുപാർശകളുടെ എണ്ണം 3,02,202 ആണ്. പ്രതിവർഷം 30,000-ലധികം ശുപാർശകൾ. ഇതോടെ LDF സർക്കാരിന്റെ കാലത്ത് പ്രതിദിനം ശരാശരി 90-ലധികം പേർ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നുവെന്നാണ് കണക്കുകൾ. 2026 മെയ് മാസത്തോടെ നിയമന ശുപാർശകളുടെ എണ്ണം 3,15,000 ആകുമെന്നാണ് PSCയുടെ വിലയിരുത്തൽ. വിവിധ തസ്തികകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വർഷം ശരാശരി 800ഓളം വിജ്ഞാപനങ്ങളാണ് കേരള PSC പുറപ്പെടുവിക്കുന്നത്. 6 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായി അഭിമുഖ പരീക്ഷ 30,000-ഓളം പേർക്ക് കായികക്ഷമതാ പരീക്ഷയുമാണ് ഓരോ വർഷവും നടത്തിവരുന്നത്. ഇത്തരത്തിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെയാണ് രാജ്യത്ത് UPSCയും മുഴുവൻ സംസ്ഥാന PSCകളും നൽകുന്ന നിയമന ശുപാർശകളിൽ 60% കേരളത്തിലായത്. അടുത്ത വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ മുൻകൂട്ടി PSCയെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ഓരോ തസ്തികയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഡിസംബർ 26 മുമ്പ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനാണ് വകുപ്പ് അധ്യക്ഷന്മാരോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ പ്രതീക്ഷിത ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തതിലൂടെ PSC നിയമന നടപടികൾ വേഗത്തിലാക്കാൻ സാധിച്ചിരുന്നു.